അപ്പൊ തളപതി വിജയാണ് നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രധാന ചർച്ചാ വിഷയം അല്ലെ. 2 ദിവസം മുന്നേ വിജയുടെ ഭാര്യയായിട്ടുള്ള സംഗീതയുടെ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് വിജയ് ഇപ്പൊ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും വലിയ ഗുരുതരമായ ആരോപണമാണ് സംഗീത വിജയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഇനി ആരും അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ലെന്ന് വിചാരിക്കുന്നു. തന്റെ ഭർത്താവിന് സിനിമാ ഫീൽഡിലുള്ള ഒരു നടിയുമായി അവിഹിത ബന്ധമുണ്ട് എന്നാണ് സംഗീത ആരോപിക്കുന്നത് അല്ലെ. അത് ഏത് നടിയാണെന്നുള്ളത് ഇവിടുത്തെ രഹസ്യമായിട്ടുള്ള പരസ്യമാണ്, എല്ലാവർക്കും അറിയാലോ. തൃശ തന്നെയാണ് ആ നടി. എന്നിരുന്നാലും പല ആംഗിളുകളിലും ഈ പറയുന്ന വിജയ് തൃശ ടോപ്പിക് നല്ല രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പലരും ഉന്നയിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ സംഗീത ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്ത് വന്നത് എന്നുള്ളതാണ്. അറിയാലോ, വിജയ് അടുത്ത തവണ ഇലക്ഷനിൽ മത്സരിക്കാൻ പോവാണ്. TVK എന്ന് പറയുന്ന സ്വന്തം പാർട്ടിയുടെ കീഴിലാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് സംഗീത ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുള്ളത്. ആയതിനാൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് എന്ന് ആളുകൾ സംശയിച്ചതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല അല്ലേ. എന്നിരുന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് 1-2 അപ്ഡേറ്റ്സുകളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് മറ്റൊരു കാര്യത്തെയും കുറിച്ച് പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ നിലവിൽ വിജയ്ക്കും തൃശയ്ക്കുമെതിരെ ഒരാൾ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് മറ്റാരുമല്ല, തമിഴ്നാട്ടിലെ പ്രശസ്ത ഗായികയായിട്ടുള്ള സുചിത്ര. ഗായിക എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് പുള്ളിക്കാരെ ഗോസിപ്പ് വീരത്തി എന്ന് വിളിക്കുന്നതായിരിക്കും നന്നാവുക. കാരണം അമ്മാതിരി വർത്തമാനമാണ് പുള്ളിക്കാരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. എന്റെ അമ്മോ, കേട്ട് കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കൂല. നമുക്ക് എന്തായാലും അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഈ വിജയ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള 1-2 അപ്ഡേറ്റ്സുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിജയുടെ മകനായിട്ടുള്ള ജെയ്സൺ സഞ്ജയ്. അറിയാലോ, ഇപ്പൊ സിനിമാ ഫീൽഡിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ് ജെയ്സൺ സഞ്ജയ്. ഏതൊരു സിനിമ ഇപ്പൊ ഡയറക്ട് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ജെയ്സൺ സഞ്ജയ് നിലവിൽ വിജയെ അൺഫോളോ അടിച്ചിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. പുള്ളിക്കാരന് ഫോളോ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ആശാന് വിജയ് സേതുപതിനെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ സ്വന്തം അച്ഛനായിട്ടുള്ള വിജയിനെ ഫോളോ ചെയ്യുന്നില്ല. പിന്നെ ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊരാളെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നത് അത്ര ഓതന്റിക് ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഒരു അച്ഛന് മകൻ അൺഫോളോ അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആളുകൾക്ക് ആഘോഷിക്കാൻ അത് തന്നെ ധാരാളമാണല്ലോ. ഇത് കാരണം ഇപ്പൊ പലരും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, മകൻ അച്ഛനെ വെറുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മകൻ അച്ഛനെ ഫോളോ ചെയ്യാത്തത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആൾക്കാർക്ക് എന്ത് പറഞ്ഞുണ്ടാക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കിക്കോളൂ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കളിക്കുന്നുണ്ട്. ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ ഫോട്ടോയിൽ മുന്നിൽ തന്നെ നിൽക്കുന്നത് സംഗീതയാണ് അല്ലെ. പക്ഷേ ഈ ഫോട്ടോയുടെ ഏറ്റവും പിറകിലായി മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ട്. ആരാണത്? ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുള്ള സ്റ്റാൻലിനെ അറിയാലോ. ഇപ്പൊ നിലവിൽ DMK പാർട്ടിയുടെ സാരഥിയാണ്. അടുത്ത തവണത്തെ ഇലക്ഷനിൽ വിജയുടെ എതിരാളിയാണ്. അങ്ങനെയുള്ള സ്റ്റാൻലിനും വിജയിന്റെ ഭാര്യയായിട്ടുള്ള സംഗീതയും തമ്മിലുള്ള ഒരുമിച്ച് ഫുള്ള ഫോട്ടോ കാണുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള തരത്തിൽ ആളുകൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സ്റ്റാൻലിൻ പറഞ്ഞിട്ടാണോ സംഗീത ഇപ്പൊ വിജയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്ത് വന്നത് എന്നിപ്പോ പലരും സംശയിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് കേസായിട്ട് രംഗത്ത് വരിക എന്ന് പറയുന്നത് അത് നമ്മൾ കേരളത്തിലെ കാലങ്ങളോളായിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണല്ലോ. പിന്നെ വിജയിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിജയിന്റെ അവിധവും കാര്യങ്ങളും ഒക്കെ തമിഴ്നാട്ടിലെ രഹസ്യമായിട്ടുള്ള പരസ്യമാണ്, അത് വേറെ കാര്യം. എന്നിരുന്നാലും ഈ പറഞ്ഞ സ്റ്റാൻലിനും സംഗീതയും തമ്മിൽ കുടുംബപരമായി എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലും ഗോസിപ്പുകൾ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ഉറപ്പിക്കാം, വിജയ്ക്ക് ഇപ്പൊ അത്ര നല്ല കാലല്ല. രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അടിക്ക് മുകളിൽ അടിയാണ് വിജയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, അതവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഗോസിപ്പ് വീരത്തിയായിട്ടുള്ള സുചിത്രയുടെ ചില വെളിപ്പെടുത്തലുകൾ നമുക്കൊന്ന് കേട്ടോക്കാം. പുള്ളിക്കാരി തമിഴിലാണ് സംസാരിക്കുന്നത്, പറവായില്ല, ഞാൻ തെർജും പண்றேங்க. അപ്പൊ നമുക്ക് കേട്ടോക്കാം. I personally know that இந்த டிவோர்ஸ்க்கு காரணமே விஜய் மறுபடியும் ட்ரிஷாவோட வச்சுக்கிட்ட அஃபேர் தான். ஒரு வாரம் அவங்க ட்ரிஷாவும் அவரும் கொல்லாவிட்டு ஏதாவது சண்டை போட்டு அவ திடீர்னு இங்கிலீஷ்ல ஏதாவது தாக்குவா. இவருக்கு இங்கிலீஷ் தெரியாதுன்றத குத்தி காட்டுவா. because basically she's bisexual and think she's more into women than men. ആണോ? അത് പുതിയൊരു അറിവാണ് കേട്ടോ. പറഞ്ഞാൽ മനസ്സിലായല്ലോ. തൃശ ഒരു ബൈസെക്ച്വൽ ആണെന്നുള്ളതാണ് ആശാത്തി പറഞ്ഞു വരുന്നത്. അതായത് തൃശക്ക് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരേപോലെ ലൈംഗിക താല്പര്യമുള്ള വ്യക്തിയാണെന്ന് അർത്ഥം. പക്ഷെ തൃശയുടെ കേസിലേക്ക് വരുമ്പോൾ പെണ്ണുങ്ങളോട് ഒരു പടി മുകളിൽ താല്പര്യമുള്ള വ്യക്തിയാണ് തൃശ എന്നാണ് ഇവിടെ പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ എന്തറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ആർക്കറിയാം. ചുമ്മാ കൂടെ വായത്തൊന്ന് വിളിച്ചു പറയുന്നേ. ഒരാളെ സെക്ഷൽ ഓറിയന്റേഷനെ വെച്ച് ഇങ്ങനെയൊക്കെ കളിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. ഇവർക്ക് ഇത് എങ്ങനെയാണ് പബ്ലിക്കിന് മുന്നിൽ വന്ന് സംസാരിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാവരും പറഞ്ഞു നോക്കി നിങ്ങൾ, തൃശ ബൈസെക്ച്വൽ ആണ് പോലും. എന്തായാലും കൊള്ളാം, ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. சோ விஜய் ரொம்ப நாய் மாதிரி தான் ட்ரீட் பண்ணிருக்காங்க ட்ரிஷா. இப்பவுமே அப்படிதான் ட்ரீட் பண்றாங்க. ட்ரிஷா சொன்னாதான் நில்லுனா நிப்பாரு, உட்காருனா உட்காருவாரு. தனிப்பட்ட முறையில வீட்டுக்கு வந்த போட்டோஸ் நான் இன்ஸ்டாகிராம்ல போடுறேன்னா ஓகேம் பாரு. ശരി, അപ്പൊ തൃശയുടെ കയ്യിലെ പാവയാണ് വിജയ് എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. തൃശ എന്താണോ പറയുന്നത് അതേപോലെയൊക്കെ തന്നെ വിജയ് നിൽക്കത്തുള്ളൂ. തൃശ നിൽക്കണം എന്ന് പറഞ്ഞാൽ വിജയ് നിൽക്കും, തൃശ ഇരിക്കണം എന്ന് പറഞ്ഞാൽ വിജയ് ഇരിക്കും. അതാണ് വിജയിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനിയിപ്പോ തൃശയ്ക്ക് വിജയിന്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ നേരെ വിജയോട് ചോദിക്കാതെ വിജയിന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലും പോലും, എന്നിട്ട് ഫോട്ടോ എടുക്കും പോലും. ഇതൊക്കെ പുള്ളിക്കാര് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അല്ല, ആ രീതിയിലാണ് സംസാരം, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫോട്ടോയെ കുറിച്ച് പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട്. കുറച്ച്
ദിവസങ്ങൾക്ക് മുമ്പ് തൃശയും വിജയും കൂടി ഒരു ലിഫ്റ്റിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിരുന്നു. ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. അതിനെ കുറിച്ചും കൂടി പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്ന് കേട്ടോക്കാം. நான் எடுத்த போட்டோ போட போறேன்னா ஓகே பாரு, அவங்க பாக்குறதுக்கு அந்த லிஃப்ட்ல நல்லா இல்லாட்டி கூடயும் தொந்தியும் கிந்தியமா டயர்டா இப்பதான் மேட்டர் முடிச்சுட்டு நிக்கிற ஆளு மாதிரி, இவங்க மேட்டர் முடிச்சவங்க மாதிரி பின்னாடில இருந்து போட்டோ போடுவாங்களாம். ரொம்ப அசிங்கமான போட்டோஸ் அதெல்லாம். நான் நட்பு போட்டோஸ்னே பாக்கலன்னா. ആണോ? ரொம்ப അസിംഗമാണ് ഫോട്ടോസ് ആണ് പോലും. അതായത് ആ ലിഫ്റ്റിലുള്ള ഫോട്ടോ വിജയിന്റെ താല്പര്യപ്രകാരം എടുത്ത ഫോട്ടോ അല്ല. വിജയ്ക്ക് ആ ഫോട്ടോയിൽ നിൽക്കാനേ താല്പര്യമില്ലായിരുന്നു. തൃശ നിർബന്ധിച്ച് നിർത്തിച്ചടുപ്പിച്ച ഫോട്ടോ ആണ് പോലും അത്. അത് കണ്ടാൽ മനസ്സിലാവൂലെന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടാണ് ഈ തള്ളിച്ച് കയറി പോകുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കേൾക്കാൻ. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ പറഞ്ഞ സുചിത്രയെ സംബന്ധിച്ചിടത്തോളം തൃശയുമായി എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവണമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പുള്ളിക്കാരിക്ക് പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞ് തൃശ ബൈസെക്ഷലാണ്, തൃശ വിജയിയെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനിരിക്കുന്നുമുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷെ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ തൃശയും സുചിത്രയും തമ്മിലുള്ള ബന്ധം എന്താണ് അത് നമുക്ക് എന്തായാലും അറിയണമല്ലോ. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണല്ലോ പുള്ളിക്കാരി ബാക്കി പറയേണ്ട കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ തൃശയും സുചിത്രയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് സുചിത്ര തന്നെ പറയും. നമുക്കൊന്ന് കേട്ടോക്കാം. ஆஃப் கனெக்ஷன் வித் த்ரிஷா. அவங்க மிஸ் இந்தியால மிஸ் சென்னை ஜெயிச்ச அந்த நிகழ்ச்சி தான் ஃபர்ஸ்ட் நான் மேடல பாடின நிகழ்ச்சி. அந்த மிஸ் சென்னை நிகழ்ச்சியில ஒரு பாட்டு பாடினேன். லைக் நடுவுல ஃபில்லர்ஸ் வரும்ல அவங்க ரவுண்ட்ஸ் நடுவுல. சோ நான் அப்ப அப்கமிங் சிங்கர் தான். சோ பேக்ரவுண்ட்ல கிரீன் ரூம்ல ஒரு 4-5 மணி நேரம் வெயிட் பண்ண வேண்டியதா இருந்து. சத்தியமா 4-5 மணி நேரம் ஐ ஜஸ்ட் அப்சர்வ் த்ரிஷாஸ் பிஹேவியர். ஷி வாஸ் தேர். மோசமான ஒரு பொம்பளைன்றது எனக்கு 5 மணி நேரத்துல தெரிஞ்சிருச்சு. ആണില്ലേ? ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഒരാളെ കണ്ട് വിലയിരുത്താൻ നിങ്ങളുടെ കഴിവുണ്ടല്ലോ. അത് ഞാൻ സമ്മതിച്ചൊന്ന് കേട്ടോ. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു വെക്കണം എന്താണെന്ന് വെച്ചാണെങ്കിൽ തൃശയെ പുള്ളിക്കാരി ജീവിതത്തിൽ ഒരു ഒറ്റ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ തൃശ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് മിസ് ചെന്നൈക്ക് വേണ്ടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സരിക്കുന്ന സമയത്ത് ആ വേദിയിൽ ഈ പറഞ്ഞ സുചിത്ര പാടാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാടാൻ പോയ സമയത്ത് ഗ്രീൻ റൂമിൽ വെച്ച് തൃശയെ പുള്ളിക്കാരി നേരിട്ട് കണ്ട് ഒരു 4-5 മണിക്കൂർ നേരിട്ട് കണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ തൃശ ആരാണ് എന്താണെന്നൊക്കെ പുള്ളിക്കാരിക്ക് മനസ്സിലായി പോലും. ഈ ഒരൊറ്റ ബന്ധം മാത്രമേ ഈ പറഞ്ഞ സുചിത്രയും തൃശയും തമ്മിലുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കണം അതല്ല, ഒരാൾ ഒരു 4-5 മണിക്കൂർ കാണുമ്പോഴേക്കും അയാളുടെ പേഴ്സണാലിറ്റി വിലയിരുത്താൻ എങ്ങനെയാണ് കഴിയണമെന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ സുചിത്ര, പറയാതെ വയ്യ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ സുചിത്രയ്ക്ക് തൃശയെ പേഴ്സണലി അറിയൊന്നുമില്ല. ഒന്നും അറിയാതാണ് തൃശയെ കുറിച്ച് ഈ കണ്ട ഗോസിപ്പുകളൊക്കെ അടിച്ചു കയറ്റി വിടുന്നത്. തുടക്കത്തിലുള്ള പുള്ളിക്കാരന്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരിക്ക് എന്തോ തൃശേനായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ. ഒരു കണക്ഷനും ഇല്ല ചുരുക്കി പറഞ്ഞാൽ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ വിജയ് തൃശ ടോപ്പിക്കാണല്ലോ ചർച്ചാ വിഷയം. ഇപ്പൊ നിലവിൽ തൃശയെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി വിജയ് ഫാൻസ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ തൃശയെ താഴ്ത്തി കിട്ടിക്കൊണ്ട് 4 സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടല്ലോ. അതിന് വേണ്ടിയാണ് പുള്ളിക്കാരി ഇങ്ങനെ ഓരോന്നും പറഞ്ഞു വരുന്നത്. തൃശ ബൈസെക്ഷലാണ്, തൃശ വിജയിനെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നത്. എന്ത് പറയാനല്ലേ, സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടി ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന സംഗതികളെ. ബാക്കി കേട്ടോ എന്തായാലും. பிளே பாய் மாதிரி த்ரிஷா ஒரு பிளே கேர்ள் பேசிக்கலி. சோ அவ வந்து விஜய லவ் பண்ணல, விஜய யூஸ் தான் பண்ணிட்டு இருக்கா. ഇത് സംഗീതാവെ പല തവണ എടുത്ത് ചൊല്ലിயிருക്കാங்க. സംഗീത പലതവണ എടുത്ത് ചൊല്ലിക്കണില്ലേ? നിങ്ങളോടായിരിക്കും വന്ന് ചൊല്ലിയത്. ബേസിക്കലി ഒന്നും അറിയാതെയാണ് ഇമാതിരി ഓരോ ആരോപണങ്ങൾ അടിച്ചു വിടുന്നത് തള്ള. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു വെച്ചൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. തൃശ ഒരു പ്ലേ ഗേളാണ്, തൃശ വിജയെ സ്നേഹിക്കുന്നില്ല, വിജയ് യൂസ് ചെയ്യുകയാണെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്തൊരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണല്ലേ ഇതൊക്കെ. ഒരു പബ്ലിക് മീഡിയയിൽ വന്നിരുന്ന് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തള്ളി വിടാൻ പറ്റുന്നത് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെന്തായാലും. ഒന്നോണ യൂസ് പண்றா. ഷി ട്രീറ്റ്സ് വിജയ് വെരി വെരി ബാഡ്ലി. പുഷ് ആൻഡ് പുൾ மெத்தட், இந்த கேஸ் லைட்டிங், கோஸ்டிங் எல்லாம் மாஸ்டர் ட்ரிஷா. PhD கரைச்சு குடிச்சவங்க அவங்க. அதெல்லாம் இன்வென்ட் பண்ணினதே ட்ரிஷா தான். வெஸ்டர்ன் உலகத்துக்கு முன்னாடில இருந்து காலேஜ் டைம்ல இருந்து ட்ரிஷா டைம்ல இருந்து அந்த வேலை தான். ஸ்கூல்ல அவங்களுக்கு நிம்ஃபோமேனியாக்னு லேபிள் இருந்துச்சு. எந்த ஸ்கூல் ஃப்ரெண்ட்ஸும் கிடையாது அவங்களுக்கு. இப்போ 2-3 அவங்க செக்ஷுவல் உறவு வச்சிட்டு இருக்கிற பீப்புள் மட்டும் தான் இன்னி வரைக்கும் அவங்க கூட நிக்கிறாங்க. ഇങ്ങനെയൊക്കെ പറയുന്നതിന് ഇവർക്കെതിരെ കേസ് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ ഒരാളെ ഹ്യൂമിലേറ്റ് ചെയ്യാവുന്നതിന് മാക്സിമം ആണ് സുചിത്ര ഹ്യൂമിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ലിംഫോമാനിയക്ക് ആണ് പോലും. ലിംഫോമാനിയക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഈ കഴുപ്പത്തി എന്നൊക്കെ പറയൂലേ, അതിന്റെ വേറൊരു വേർഡാണ് ഇംഗ്ലീഷിൽ ലിംഫോമാനിയക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുത്തിയായിരുന്നു പോലും തൃശ. അതുപോലെ തന്നെ തൃശയുടെ കൂടെ ഇപ്പൊ ആരുമില്ല. അന്ന് തൃശയുമായി സെക്സ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് തൃശയുടെ കൂടെ ഇപ്പൊ ഉള്ളത് എന്നൊക്കെയാണ് തള്ള പറഞ്ഞു വിടുന്നത്. ഇതിനൊന്ന് കൂച്ചിവിലങ്ങിടാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് തൃശയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള സ്റ്റാലിനും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് പുള്ളിക്കാരി പറയുന്നുണ്ട്. അതിനെ കുറിച്ചും കൂടി ഒന്ന് കേട്ടോക്കാം. ഓക്കെ, പലരെ കാതലിത്ത് ഏമാற்றிய ட்ரிஷா ஒருத்தரை மட்டும் ஏமாத்த தயங்குறாங்க. அதுதான் உதயநிதி ஸ்டாலின். ஏன்னா ஏமாத்தினா ത്രിഷ തല ഉരുണ്ടു. സ്റ്റാലിന്റെ അടുത്തൊന്നും തൃശന്റെ കളി നടക്കൂല മക്കളെ. അത് വേറെ സാധനമാണ്. സ്റ്റാലിനോട് കളിച്ചാൽ നിന്നാണെങ്കിൽ തൃശന്റെ തല റോഡിൽ കൂടെ ഉരുളും.
എന്നാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. അതായത് തൃശ പല ആണുങ്ങളെയും വശീകരിച്ചിട്ടുണ്ട്, പക്ഷെ തൃശയുടെ വശീകരണം നടക്കാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞ സ്റ്റാൻലി മാത്രമാണ് പോലും. ഇതൊക്കെ സ്റ്റാൻലിയും പുള്ളിക്കാരിയോട് നേരിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോ സ്റ്റാലിനും സുചിത്രയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ടി വി കൂടെ കുറെ സ്റ്റാൻലിന്റെ പ്രസംഗങ്ങളും മറ്റും കേട്ടിട്ടുണ്ട്. ആ ഒരു ബന്ധമായിരിക്കും സുചിത്രയ്ക്ക് സ്റ്റാലിന്റെ കൂടെ ഉണ്ടാവുക. അല്ല അങ്ങനെ ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയാൻ പോകുന്നത്. ഇനി വിജയിന്റെ മക്കളെ കുറിച്ച് പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കണ്ടോക്കാം. இப்ப எனக்கு என்ன ஒரு கொஸ்டின் அப்படின்னா, விஜயோடைய சன்னா இருக்கட்டும், சஞ்சயா இருக்கட்டும், அவங்க டாக்டர் திவ்யா சாஷாவா இருக்கட்டும், அவங்க யார் பக்கம் இப்ப இருக்காங்க? அவங்களுடைய சப்போர்ட் மதர் ஆர் டேட் யார்? they hate ட்ரிஷா. அவங்களுக்கு ரொம்ப மன உடைச்சலுங்க. அவங்க அப்பா இப்படி விடாம ஒரு அஃபேர் பண்ணிட்டு இருக்காருன்ட்டு ஒரு நாளும் அவங்க ட்ரிஷாவை மதரா எடுத்துக்க மாட்டாங்க. அவங்களுக்கு தெரியும் ட்ரிஷா விஜய் ஏமாத்திடுவான்னு. they will also tell their father she's a bitch ன்னு. children call her bitch, I know that. go for it Sanjay, go for it Sasha. ശരി, നിങ്ങൾക്കൊക്കെ അറിയാലേ, ആയിക്കോട്ടെ. വിജയുടെ മക്കൾ തൃശയെ വിളിക്കുന്നത് ബിച്ച് എന്നാണ് പോലും. അവർക്ക് ഒരു തരത്തിലും തൃശയെ അമ്മയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല പോലും. ഇനി വിജയ് പാർട്ടിയിലേക്ക് വരാനുള്ള കാരണത്തെ കുറിച്ച് സുചിത്ര പറയുന്നുണ്ട്. അതാണ് മുട്ടൻ കോമഡി. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. இப்ப நீங்க சொல்றத வச்சு பார்க்கும்போது விஜய் அவர்கள் வந்து பார்ட்டிகுலரா வந்ததுக்கு ரீசனே வந்து த்ரிஷா பண்ணணும். இல்ல 3 மாங்கா அவர் ஒரே கல்ல பல மாங்கா அடிச்சிருக்காரு. இதுல ஒண்ணு ட்ரிஷா இம்ப்ரெஸ் ஆயிட்டா. ட்ரிஷா எப்படின்னா ஆக்சுவலி நீ உதய அடிச்சு காட்டேன், அப்ப நான் அவனை கட்டிக்கிறேன்ற மாதிரி. உதய என்ன ரொம்ப படுத்துறாயா, சும்மா சும்மா என்ன படுக்க கூப்பிடுறாயா. யூ டோன்ட் நோ ஹவு தே டாக் லைக் prostitutes only. ആണല്ലേ? വിജയും തൃശയും തമ്മിലുള്ള ചാറ്റ് നിങ്ങൾ കണ്ടു കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. അവർ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലാണ് സംസാരിക്കുന്നത് പോലും. അപ്പൊ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ വിജയ് പാർട്ടിയിലേക്ക് വരാനുള്ള പ്രധാന കാരണക്കാരി തൃശയാണ് പോലും. തൃശ വിജയോട് പറഞ്ഞു പോലും, വരുന്ന ഇലക്ഷനിൽ സ്റ്റാലിനെ അടിച്ചിട്ടിട്ട് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാണെങ്കിൽ ഞാൻ നിന്നെ കെട്ടാൻ പോലും. അത് കേട്ടാണ് പോലും വിജയ് ഇപ്പൊ പുതിയ പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാൻ പോകുന്നത് പോലും. എന്തായാലും വിജയ് എന്തൊരു മണ്ടനാണല്ലേ? ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ഒരു പാർട്ടി രൂപീകരിക്കുക, ഒരു ഇലക്ഷനിൽ മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടി ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ? പക്ഷെ അങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് സുചിത്ര പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കൊള്ളാം, സുചിത്ര ബാക്കി പറഞ്ഞാട്ടെ. Like prostitutes only each other. Can't sleep with Uday anymore. Save me no from him. இதெல்லாம் பேசிட்டு இருப்பாங்க. ஒரு வேற லெவல் டாக் இருக்கும் அவங்களுக்குள்ள. விஜய்க்கு தெரியுமா? இப்ப விஜய்க்கு தெரியுமா த்ரிஷா அவங்க வந்து தான் கூட ட்ரூவா இல்ல மத்தவங்க கூட இருக்காங்க. செக்ஸ் எல்லாம் அப்பாற்பட்டு இது வந்து அவ வந்து அவன்கிட்ட மாட்டிக்கிட்டு இருக்கான்ற மாதிரி தான் ட்ரிஷா விஜய் அவருடைய காதல் நிறைந்த கண்ணாடியால பாப்பாரு. அவ வலையில மாட்டிட்டு இருக்காங்கப்பா இவங்க எல்லாம். ட்ரிஷா விடிச்ச வலையில எல்லாருமே நல்ல സമ്മതിയാ മാറ്റിട്ട് இருக்காங்க. ശരി, അപ്പൊ തൃശ നല്ലൊരു വലവീശൽക്കാരിയാണെന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. തൃശ ഒരുപാട് ആണുങ്ങളെ വലയിൽ വീഴ്ത്തിയിട്ടുണ്ട് പോലും. അതിലൊരാൾ മാത്രമാണ് വിജയ്. വിജയ് കൂടാതെ ഒരുപാട് ബന്ധങ്ങൾ തൃശക്കുണ്ടല്ലോ. അത് അങ്ങനെയാണല്ലോ പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്ന ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വിജയുടെ ഭാര്യയായിട്ടുള്ള സംഗീതയുമായി തനിക്ക് എന്താണ് കണക്ഷൻ എന്നുള്ള കാര്യം കൂടി സുചിത്ര പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതെന്താണെന്നുള്ളത് നോക്കാം. അല്ല, ഇനിയിപ്പോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സംഗീതമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ സംഗീത പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പുള്ളിക്കാരി ഇപ്പൊ പബ്ലിക്കിൽ വന്ന് പറഞ്ഞതും ആവാലോ. അതിനുള്ള പോസിബിലിറ്റിയും തള്ളി കളയാനാവില്ലല്ലോ. അപ്പൊ സംഗീതയുമായിട്ടുള്ള തനിക്കുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് സുചിത്ര പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി ഒന്ന് കേട്ടോക്കാം. எனக்கு பிகாஸ் ஐ நோ சங்கீதா பர்சனலி, எனக்கு தெரியும் 6 வருஷமா போராடிட்டு இருக்காங்க சங்கீதா இந்த டிவோர்ஸ் பேப்பர்ஸ்ல கையெழுத்து வாங்க. உங்களுக்கு பர்சனலா அவங்க கிட்ட கான்டாக்ட்லாம் இருக்கா? நீங்க அவங்களுக்கு கான்டாக்ட்லாம் இருக்கா? ஐ நோ சங்கீதா. இப்ப கான்டாக்ட் இருக்கா இல்லையான்லாம் நான் நிரூபிக்க முடியாது. ஐ நோ சங்கீதா. അതെ അതെ അതെ, എനിക്ക് സംഗീതനെ അറിയാം. ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. എനിക്ക് സംഗീതനെ അറിയാം, അത്രേ ഉള്ളൂ. അതൊന്നും ഇപ്പൊ ഇവിടെ വിഷയമുള്ള കാര്യമില്ല എന്നൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സംഗീതനെ അറിയത്തില്ല. ഋഷനെ പേഴ്സണലി അറിയില്ല, വിജയനെ പേഴ്സണലി അറിയില്ല, സംഗീതനെ പേഴ്സണലി അറിയില്ല, ആരും പേഴ്സണലി അറിയില്ല. എന്നിട്ടാണ് അവരെ കുറിച്ച് ഇങ്ങനെ ആധികാരികമായിട്ട് ഓരോന്ന് തള്ളിവിടുന്നത്. പുള്ളിക്കാരി തള്ളിവിടുന്ന കേട്ടാൽ തോന്നും ഇവരുടെ വീട്ടിൽ ഒരു 2 മാസത്തോളം പുള്ളിക്കാരി ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ലെവലാണ് തള്ളിവിടുന്നത്. നേരം ബാക്കി പറഞ്ഞാലും I know her quite well. ஒரு டைம்ல we were good friends also. And I know 6 years ரொம்ப ஸ்ட்ரகிள் பண்ணிட்டு இருக்காங்க அவங்க. டொமஸ்டிக் வயலன்ஸ் ரொம்ப ஜாஸ்தி ஆயிடுச்சாங்க. ட்ரிஷானால ஏகப்பட்ட பிரச்சனை. சினிமா இண்டஸ்ட்ரிக்கு யாருக்குமே ட்ரிஷாவை பிடிக்காது. த கைண்ட் ஆஃப் ஹோம் பிரேக்கர் ஷி இஸ். எத்தனை தனுஷோட ஃபீமேல் வெர்ஷன் அவங்க. எத்தனை மேரேஜஸ் ட்ரிஷாவால பிரேக் ஆயிருக்கு. தனுஷ் ஐஸ்வர்யா தனுஷ் மேரேஜ் ட்ரிஷாவால பிரேக் ஆச்சு. ഐശ്വര്യ, അത് പുതിയൊരു അറിവാണ് കേട്ടോ. ധനുഷും ഐശ്വര്യം തമ്മിൽ പിരിയാൻ കാരണം തൃശ ആയിരുന്നു പോലും. തൃശയെ സിനിമാ ഫീൽഡിൽ അറിയപ്പെടുന്നത് തന്നെ ഹോം ബ്രേക്കർ എന്നാണ്. അതായത് സിനിമാക്കാരുടെ കുടുംബം തകർക്കുന്നവൾ എന്നാണ് സിനിമാ ഫീൽഡിൽ പുള്ളിക്കാരെ അറിയപ്പെടുന്നത് പോലും. അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കന്നല്ലേ, പറയുന്നത് എന്താണെന്നുള്ള ഒരു ബോധം പോലും ഇല്ല തള്ളച്ചിക്ക്. ബാക്കി പറഞ്ഞോട്ടെ എന്തായാലും. விஜய் பேராசை என்ன பண்ண முடியும்? விஜய் புத்தி சரியில்லை. விஜய்க்கு ஏற்பட்ட சபலம் எனக்கு இந்த மாடல் வேணும், ட்ரிஷா மாடல், லூயி விட்டான் தூக்கிட்டு சுத்துற இந்த ஸ்டைலிஷ் லேடி வேணும். அந்த ஒரு இதுதான் என்ன சொல்றது, அவர் தன்னையே மதிக்கல. அப்பனா விஜய் ட்ரிஷா ரொம்ப ஒஸ்தியா நினைச்சு எனக்கு ட்ரிஷா தான் வேணும், அவங்க ஏதோ ஒரு ஆஸ்கர் அவார்டு மாதிரி அவங்க. விஜய் இஸ் a stupid boy, always been a stupid boy, always will be a stupid boy.
അതെ, വിജയ് ഭയങ്കര സ്റ്റുപ്പിഡാണ്. വിജയ്ക്ക് ഇങ്ങനെ സാധാരണ പെണ്ണുങ്ങളൊന്നും പിടിക്കൂല. ഇങ്ങനെ ബാഗൊക്കെ തൂക്കി സ്റ്റൈലിഷ് ആയി നടക്കുന്ന പെണ്ണുങ്ങളാണ് വിജയ്ക്ക്. അതുകൊണ്ടാണ് പോലും വിജയ് തൃശ്ശയെ സെലക്ട് ചെയ്തത്. വിജയ് ഒരു സ്റ്റുപ്പിഡാണ്, വിജയ് ഒരു പൊട്ടനാണ് പോലും. മിക്കവാറും ഈ തള്ളച്ചിക്ക് വിജയ് ഫാൻസിന്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വിജയ് ഫാൻസ് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടാണെങ്കിൽ മേത്തുന്ന കൈയെടുക്കൂല. അമ്മാതിരി വർത്താനാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഒരാളെ കുറിച്ച് പറയുന്നതിനൊരു പരിധിയില്ലേ, ഇതങ്ങോട്ട് പറയന്നെ വായ തോന്നി കോതക്ക് പാട്ട് എന്നുള്ള മാതിരി അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കന്നെ. ബാക്കി പറഞ്ഞോട്ടെന്തായാലും ஓகே மேம். இப்ப த்ரிஷா அவங்க வந்து இப்ப இந்த அஃபேர்ல தான் இருக்காங்க அப்படிங்கிறதுக்கு என்ன மாதிரியான ஒரு விஷயங்கள் மேம்? அவங்க ஷேர் பண்றது எல்லாமே ஒரு பர்த்டேக்காக தான் ஒரு போட்டோஸ் ஷேர் பண்ணாங்க, ஒரு ஃப்ரெண்ட்லியா ஷேர் பண்ண ஒரு விஷயம் தான். அதையும் தாண்டி இப்ப வெளியிட்டு இருந்தாங்க இல்லையா? சோ நீங்க கேட்ட கேள்விக்கு பதில் சொல்ல வரணும்னா, அவங்க யதார்த்தமான ஒரு செக்ஸ் போட்டோ ஷேர் பண்ணினாலுமே நீங்க நம்ப மாட்டீங்க. அவங்க இன்ஸ்டாகிராம்லயே அதை ஷேர் பண்ணினாலுமே ஏதாவது ஷூட்டுக்கு பண்ணிருப்பாங்கடா மூட்ஸ் காண்டம்க்கு அப்படிம்பீங்க. அதான் ஃபேன் மாய, അതാ ഫാൻ ബോധ. മുഖത്തിന് അടി കിട്ടേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഉന്നയിച്ച് വെച്ചേക്കുന്നത്. ഇതും കൂടി പറഞ്ഞ കാരണം പൂർത്തിയായി. ഇനിയിപ്പോ വിജയ് ഫാൻസ് പുള്ളിക്കാരനെ വെറുതെ ഇവിടെ ഉണ്ടാവില്ല. പുള്ളിക്കാർ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് അവതാരിക ഇവിടെ ചോദിച്ചു, ഈ പറഞ്ഞ തൃശ്ശയും വിജയും തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അതിന് ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ എടുത്താൽ പോരെന്ന്. അതിന് പുള്ളിക്കാർ കൊടുത്ത മറുപടി എന്താണ്? അവർ എത്തരത്തിലുള്ള ഫോട്ടോകൾ ഷെയർ ചെയ്താലും നിങ്ങൾ അങ്ങനെ വിചാരിക്കും. ഇനിയിപ്പോ വിജയും തൃശ്ശയും തമ്മിൽ സെക്സ് ചെയ്യുന്ന ഫോട്ടോ ഷെയർ ചെയ്താൽ പോലും നിങ്ങൾ അത് കോണ്ടന്റിനെ പരിച്ചാണെന്ന് പറഞ്ഞു വരുത്തു. അതാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് തള്ളിച്ച് പറഞ്ഞു വിടുന്നത്. എന്തൊരു വൃത്തികേടാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ബാക്കി പറഞ്ഞാട്ട് கேர்ள் ஃப்ரெண்ட். ஆனா விஜய் பாவம், அவருக்கு ஒரே உண்மை காதல் ட்ரிஷா. பட் ட்ரிஷாக்கு பல காதல் இருக்கு. விஜய்க்கு தெரிஞ்சும் இருக்கு, விஜய்க்கு தெரியாமலும் இருக்கு. விஜய் அசிங்கமா ஏமாற்றப்படுகிறார் ட்ரிஷாவால். இதுதான் சங்கீதா எடுத்து சொல்லிட்டு இருந்தா. സംഗീത എടുത്തെടുത്ത് ചൊല്ലില്ലേ? ഇതൊക്കെ സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ ആർക്കാണ് അറിയാത്തത്? എന്നിട്ടാണ് പുള്ളിക്കാർ എന്തോ കണ്ടുപിടിച്ച പോലെ സംഗീത എടുത്തെടുത്ത് ചൊല്ലിയതാണ് പോലും. ബാക്കി പറഞ്ഞാലും சிக்னல் தான். ட்ரிஷாவும் விஜயும் காதலிச்சது அந்த கட்டு கீரக்கட்டு சாங்ல. அது எந்த படம்லாம் தெரியாது எனக்கு. அது கீரக்கட்டு காதல் சொன்னாங்களாம். അതാണ് ഏതോ കട്ടുകെട്ട് കീറക്കെട്ട് സോങ്ങിന്റെ സമയത്താണ് വിജയും തൃശ്ശയും തമ്മിൽ പ്രണയത്തിലാവുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇത്രയും കേട്ടതോടെ എനിക്ക് മതിയായി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തൊക്കെയാണ് ഈ തള്ള പറഞ്ഞു വരുത്തുന്നത് അല്ലേ? എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.